രാജുവേട്ടാ, ആദ്യം ഒരു കാര്യം ശ്രദ്ധിക്കണം. നമുക്ക് അപ്പുറത്ത് നിൽക്കുന്ന ഒരാൾക്ക് സംസാരിക്കാൻ ഒരു മൂഡില്ല എങ്കിൽ ഒന്നും സംസാരിക്കാൻ നിൽക്കാതെ വായങ്ങ് പൂട്ടി വെക്കണം. മനസ്സിലായല്ലോ? മനസ്സിലായി സാർ. എന്നെ നിശബ്ദമാക്കാൻ നീ നോക്കണ്ട, അതും ദേ ഇവളുടെ മുന്നിൽ വെച്ച്. എന്താ രാജുവേട്ടാ പറഞ്ഞാ മനസ്സിലാവാത്തത്? നമ്മൾ സംസാരിക്കുന്നത് ഒരാൾക്ക് താല്പര്യമില്ല എങ്കിൽ നമ്മൾ സംസാരിക്കുന്നത് ശരിയല്ല. എന്നിട്ട് അവസാനം കഷ്ടകാലത്തിന് ഒന്ന് നിർത്തിക്കൂടെ, ഇറങ്ങി പൊയ്ക്കൂടെ എന്നൊക്കെ അയാൾ ചോദിച്ചാ ആ മാനക്കേട് മാറ്റാൻ പറ്റുമോ? അല്ല പറ്റുമോ? അല്ല പറ്റില്ലേ? എന്താ പാന്നോട് പറ. എന്ത് പണിയാ സാർ, ഇങ്ങനെ ഒരാൾ നാണം കെടുത്താമോ? അതെ, നാണം കെടുത്തുമ്പോഴേ അത് ചെറിയ തോതിലായിട്ട് കാര്യമില്ല. എന്ത് കാര്യം ചെയ്യുമ്പോഴും അത് വൃത്തിക്ക് ചെയ്യണം. അതാണ് എന്റെ ഒരു പോളിസി. അല്ല രാജുവേട്ടാ? അത് പിന്നെ പ്രത്യേകിച്ച് അമ്മയെ മാനം കെടുത്തുന്ന കാര്യമാവുമ്പോ സാറിന് കുറച്ച് വൃത്തി കൂടും. പത്മ മാഡം കേൾക്കണ്ട, വറുത്തെടുക്കണ്ട രാജുവേട്ടനെ. എനിക്ക് അടുക്കളയിൽ കുറച്ച് വർക്കാറുണ്ട്, ഞാൻ അത് ചെല്ല്. എന്റെ പൊന്നു മോളെ, നമ്മൾ ഈ കുട്ടിക്കാലത്ത് ഉത്സവങ്ങളൊക്കെ കാണാൻ പോകുമ്പോഴേ ഓരോന്ന് കാണുമ്പോഴേ ഒരു സന്തോഷം ഇങ്ങനെ പെരുത്ത് കയറി വരില്ലേ? അതുപോലൊരു സന്തോഷം രാജുവേട്ടന്. അതെന്താ? ഒന്നുമില്ല, ആ ദുഷ്ടക്കൂട്ടങ്ങളെ സൂര്യ സാർ അടിക്കുന്ന ഓരോ അടിയിലും ശരീരം ഇങ്ങനെ കോരി തരിച്ചു വരികയാണ്. കണ്ട രാജേട്ടാ, ഇതൊന്നും സാറിന്റെ അടുത്ത് പോയി പറയരുതേ. ഇപ്പൊ കാണിക്കുന്നൊന്നായിരിക്കില്ല പിന്നെ കാണിക്കാൻ. സാറ് കാണിക്കട്ടെ മോളെ. ഇത്രയും ദിവസം സാറിനോട് അവരെന്തൊക്കെയാ കാണിച്ചു കൂട്ടിയത് നമ്മൾ കണ്ടതല്ലേ? അതിലൊക്കെ സാർ പകരം വെട്ടി ചെയ്യട്ടെ. എന്താ മോളെ? ഒന്നുമില്ല രാജേട്ടാ, ആളുകൾ തമ്മിലുള്ള ശത്രുത ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ട്. അത് ചിലപ്പോ ആളുകൾ തമ്മിലാവാം, അയൽപക്കങ്ങൾ തമ്മിലാവാം, ബന്ധുക്കൾ തമ്മിലായിരിക്കാം, ചിലപ്പോ ചിലയിടങ്ങളിലെ സ്വന്തം വീട്ടിൽ തന്നെ ആയിരിക്കും. പക്ഷെ ഇത്രയും ക്രൂരത ഞാൻ ഒരിടത്തും കണ്ടിട്ടില്ല. ഇത് സ്പെഷ്യൽ വീടല്ലേ മോളെ? സ്പെഷ്യൽ വില്ലന്മാരുള്ള സ്പെഷ്യൽ വീട്. മുൻപൊക്കെ എല്ലാരും തന്റെ ശത്രുക്കളാന്ന് സാറ് പറയുമ്പോ ഞാൻ കരുതിയിരുന്നത് അതെപ്പോഴും മദ്യപിക്കാൻ വേണ്ടി സാറ് പറയുന്നൊരു കഥയാന്നാ. പക്ഷെ ഇപ്പൊ എനിക്ക് മനസ്സിലായി രാജുവേട്ടാ, ഇവർക്കാർക്കും സാറിനോട് ഒരു ഇത്തിരി സ്നേഹം പോലും ഇല്ല. അമ്മയാവട്ടെ സഹോദരങ്ങളാവട്ടെ എല്ലാരും കണക്കാ. പകരം വീട്ട് ജയിക്കാന്നല്ലാതെ അവരുടെ മനസ്സിൽ വേറെ ഒന്നുമില്ല. പാവം സാറ്. ഇവരിൽ ആരെങ്കിലും ഒരാളൊന്ന് ആത്മാർത്ഥമായിട്ട് ശ്രമിച്ചിരുന്നെങ്കിൽ സാർ ചിലപ്പോ എപ്പോഴും നല്ലൊരാളായിട്ട് മാറിയനെ അല്ലേ? അത് പാടില്ലല്ലോ മോളെ. സാറ് പണ്ടേ നല്ല ആളായിരുന്നെങ്കിൽ സാറ് കൂടി നിർത്തിയിരുന്നെങ്കിൽ മോളെ ഈ വീട്ടിൽ വരുമായിരുന്ന? അപ്പോ അത് ദൈവം എഴുതി വച്ചിരുന്നതാണ്. മോള് വരണം, സാറിനോടൊപ്പം ജീവിക്കണം, എന്നിട്ട് സാറിനെ നന്നാക്കണം. മനസ്സിലായ? ഇങ്ങോട്ട് നോക്കിയേ, മനസ്സിലായ? സാറിന്റെ കൂടെ മോളുണ്ടെങ്കിൽ സാർ ഏത് നേരവും ഇവിടെ തന്നെ ഉണ്ടാവും. ഇവിടെ ഉള്ളവർ ചിലപ്പോ സാറിനെ വെല്ലുവിളിക്കും. പക്ഷെ സാറിന്റെ ദേഹത്തോ മനസ്സിലോ അത് തട്ടില്ല. കാരണം എന്താ? സാറിന്റെ കൂടെ മോളുണ്ട്. മോളുടെ പ്രാർത്ഥനയും മോളുടെ സ്നേഹവും സാറിനെ ഇങ്ങനെ പൊതിഞ്ഞു നിർത്തിയിരിക്കുക. എതിരായിട്ട് ഒന്നും പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല, ഇവരുടെ കയ്യിരിപ്പ് കൊണ്ട് ഒന്നും ചെയ്തിട്ടും കാര്യമില്ല. രാജേട്ടന് ഇതൊക്കെ പറയാം, പക്ഷെ അവസരം കിട്ടിയ അവരെന്നെ കൊല്ലും. കൊല്ലയല്ല,
മോളുടെ ദേഹത്ത് ആരുടെയെങ്കിലും ഒരു ചെറു വിരല് കൊണ്ടാലേ മിക്കവാറും സാറ് ഓരോരുത്തരെ കഴുത്ത് ഞെരിച്ചു കൊന്ന് ഇവിടെ ഇങ്ങനെ കെട്ടി തൂക്കിയിടും. അത് രാജുവേട്ടനറിയാം. ഉറപ്പാ മോളെ. ചാവണയ്ക്ക് അവരിറങ്ങട്ടെ മോളെ.